ഷിരൂർ ഗംഗാവലിപ്പുഴയിൽ അർജുനായുള്ള തിരച്ചിൽ 2 ദിവസത്തിന് ശേഷം പുനരാരംഭിക്കും. കർണാടക ചീഫ് സെക്രട്ടറിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചതായി മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയ്ക്ക് തിരച്ചിലിന് അനുമതി നൽകും. അർജുൻ അടക്കം ഷിരൂർ ദുരന്തത്തിൽപ്പെട്ട 3 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. AK അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഈ ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞാൽ ഈശ്വർ മാൽപേയെ തിരച്ചിലിനായി വീണ്ടും ഇറക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ അടിയൊഴുക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും തിരച്ചിൽ? രോഷ്നി, ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് 6 നോട്ടിൽ നിന്ന് ഏതാണ്ട് 4.5 നോട്ടിലേക്ക് കുറഞ്ഞുവെന്നാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മഞ്ചേശ്വരം MLA കൂടിയായ AK അഷ്റഫ് ബാംഗ്ലൂരിലെത്തുകയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്പെഷ്യൽ ഓഫീസർ കൂടിയായ ത്രിലോക് ചന്ദ്ര അടക്കമുള്ള ആളുകൾ AK അഷ്റഫിനോട് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്നുള്ളത് 2 ദിവസത്തിനകം തന്നെ ഗംഗാവലി പുഴയിലെ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ 11 പേരിൽ 3 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അവരെ കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഈ നിർദ്ദേശം അതോടൊപ്പം തന്നെ ഈ ഹർജി അടുത്ത തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ധൃതി പിടിച്ച് തന്നെ ഇത്തരത്തിലൊരു തെരച്ചിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പുഴയിൽ വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ പുഴയിലെ വെള്ളത്തിൻ്റെ നിറം കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഴത്തിലുള്ള പരിശോധന എത്രത്തോളം സാധ്യമാവുമെന്ന് തന്നെയാണ് ഈശ്വർ മാൽപേ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും പറയുന്നത്. അതേസമയം ഈശ്വർ മാൽപേയെ കൂടി തെരച്ചിലിന് ഏൽപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഉണ്ടാവുക എന്നാണ് ഏതായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 11 പേരെ കാണാതായ ഈ മണ്ണിടിച്ചിലിൽ 3 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇതിൽ മലയാളിയായ അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക സർക്കാർ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. ശരി, വ്യക്തമാണ്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തിനകം തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.